സുഹൃത്തുക്കളെ, ഒന്ന് ചിന്തിച്ചു നോക്കേണ്ട കാര്യമാണ്. കോൺഗ്രസിലെയോ മറ്റ് പ്രതിപക്ഷ പാർട്ടികളിലെയോ ഏതെങ്കിലും നേതാവ് ബാങ്കിന്റെ സെർവർ ഹാക്ക് ചെയ്ത് 17 കോടി രൂപ അപഹരിച്ചെടുത്താൽ ഇന്ത്യയിലെ ഗോദി മീഡിയയുടെ പ്രതികരണം എങ്ങനെയായിരിക്കുമെന്ന്. ഗോദി മീഡിയ എല്ലാം രാഹുൽ ഗാന്ധിയോടും മറ്റ് പ്രതിപക്ഷ നേതാക്കളായ അരവിന്ദ് കെജ്രിവാൾ, MK സ്റ്റാലിൻ, മമതാ ബാനർജി എല്ലാവരോടും ചോദ്യങ്ങൾ ചോദിക്കും. നിങ്ങൾ പറയുന്നു മോദിയും BJPയും രാജ്യത്തിന്റെ സ്വത്തുക്കൾ കൊള്ളയടിക്കുന്നുവെന്ന്. പക്ഷേ നിങ്ങളുടെ നേതാക്കൾ തന്നെ ബാങ്ക് കൊള്ളയടിക്കുന്ന അവസ്ഥയെക്കുറിച്ച് എന്താണ് ഒന്നും പറയാത്തത് എന്ന്. എന്നാൽ ഈ 17 കോടി രൂപ അപഹരിച്ചത് BJPയുടെ ഒരു നേതാവാണെങ്കിൽ ഗോദി മീഡിയയുടെ പ്രതികരണം എന്തായിരിക്കും? 2024 ജൂൺ 16 നൈനിറ്റാൽ ബാങ്കിന്റെ നോയിഡയിലെ ബ്രാഞ്ചിലെ സെർവർ ഹാക്ക് ചെയ്ത് 17 കോടി രൂപ അപഹരിച്ച വാർത്ത പുറത്തു വരുന്നത്. അന്ന് ഇന്ത്യയിലെ ഗോദി മീഡിയ എല്ലാം അതിനെക്കുറിച്ച് വലിയ വാർത്തകൾ നൽകിയിരുന്നു. അവർ അന്ന് നൽകിയ വാർത്തകളുടെ സ്ക്രീൻഷോട്ടാണിത്. ഇന്ത്യ ടുഡേ, ടൈംസ് ഓഫ് ഇന്ത്യ, ഇന്ത്യൻ എക്സ്പ്രസ്, ഹിന്ദുസ്ഥാൻ ടൈംസ് എന്നുവേണ്ട സകല ഗോദി മീഡിയയും ഈ വാർത്ത വലിയ പ്രാധാന്യത്തോടെ അന്ന് പ്രസിദ്ധീകരിച്ചിരുന്നു. എന്നാൽ പ്രതി ആരാണെന്ന് അന്ന് വ്യക്തമായില്ലായിരുന്നു. ഇപ്പോഴിതാ ഓഗസ്റ്റ് 13 ഈ 17 കോടി രൂപ അപഹരിച്ച പ്രതിയെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. എന്നാൽ ഈ പ്രതിയെ അറസ്റ്റ് ചെയ്ത വാർത്തകൾ ഒന്നും ഒരു ഗോദി മീഡിയയും പ്രസിദ്ധീകരിച്ചിട്ടില്ല. യോഗിയുടെ രാമരാജ്യമായ UPയിലെ നൈനിറ്റാൽ ബാങ്കിന്റെ നോയിഡ ബ്രാഞ്ചിൽ സെർവർ ഹാക്ക് ചെയ്ത് 17 കോടി രൂപ അപഹരിച്ച വ്യക്തി ആരെന്നറിയണ്ടേ? ഗോദി മീഡിയ ഒന്നും ഇതിനെക്കുറിച്ചുള്ള വാർത്ത പ്രസിദ്ധീകരിക്കാത്ത സാഹചര്യത്തിൽ പ്രതി ഏത് പാർട്ടിക്കാരനായിരിക്കുമെന്ന് നിങ്ങൾക്കെല്ലാവർക്കും ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഇത് ഒരു മീഡിയയിൽ വന്ന വാർത്ത. ഇതിൽ പറഞ്ഞിരിക്കുന്നു 29 വയസ്സുള്ള മനുഷ്യനെ നൈനിറ്റാൽ ബാങ്കിന്റെ സെർവർ ഹാക്ക് ചെയ്ത് 17 കോടി രൂപ അപഹരിച്ചതിൽ അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്ന്. ഗ്രേറ്റർ നോയിഡയിലെ ദാദ്രിയിൽ നിന്നുള്ള 29 വയസ്സുകാരനായ ഹർഷ് ബൻസൽ ആണ് പ്രതിയെന്നും പറഞ്ഞിരിക്കുന്നു. എന്നാൽ പ്രതിയെക്കുറിച്ചുള്ള മറ്റു വിവരങ്ങളൊന്നും ഈ വാർത്തയിലില്ല. ഇത് പഞ്ചാബിലെ ഒരു ചെറിയ ദിനപത്രത്തിൽ വന്ന ഇതിനെക്കുറിച്ചുള്ള വാർത്ത. ഇതിൽ പറഞ്ഞിരിക്കുന്നത് BJP നേതാവ് ഹർഷ് ബൻസൽ ആണ് 17 കോടി രൂപ ബാങ്കിന്റെ സെർവർ ഹാക്ക് ചെയ്ത് മോഷ്ടിച്ചത് എന്ന്. എന്നാൽ ഒരു ഗോദി മീഡിയയിലും പ്രതിയെ അറസ്റ്റ് ചെയ്ത വാർത്ത വന്നില്ല. ഇനി വാർത്ത കൊടുത്ത മറ്റൊരു ദിനപത്രമാകട്ടെ ഇയാൾ ഒരു BJP നേതാവ് ആണെന്നുള്ള കാര്യം സൗകര്യപൂർവ്വം മറച്ചുവെച്ചു. ഇതാണ് ആ BJP നേതാവിന്റെ പ്രൊഫൈൽ. സ്വന്തം ചിത്രവും മോദിയുടെ ചിത്രവും ചേർത്ത അയാളുടെ ഈ പ്രൊഫൈലിൽ മോദിയുടെ ചിത്രത്തിന് താഴെ പറഞ്ഞിരിക്കുന്നു ദില്ലിയുടെ ഒരേ ഒരു അട്ടഹാസം, വീണ്ടും ഒരു പ്രാവശ്യം കൂടി മോദി സർക്കാർ. ഹർഷ് ബൻസൽ BJP യുവജന വിഭാഗം അധ്യക്ഷൻ ദാദ്രി. നിങ്ങളുടെ ഊഹം തെറ്റിയില്ല. BJP യുവമോർച്ചയുടെ ഹർഷ് ബൻസലാണ് ഈ പ്രതി. ഇയാളുടെ CA ബിരുദധാരിയായ സഹോദരൻ ശുഭവുമായി ചേർന്നാണ് ഇയാൾ 17 കോടി രൂപ ബാങ്കിൽ നിന്നും കൊള്ളയടിച്ചത്. ഇയാളുടെ സഹോദരൻ ശുഭം ഒളിവിലാണ്. ഒന്ന് ഓർത്തു നോക്കണം, രാജ്യത്ത് ഇത്രയും വലിയ ബാങ്കുകൾ നടന്നിട്ട് അതിലെ പ്രതി BJPക്കാരനാണ് എന്നറിഞ്ഞപ്പോൾ ആ വാർത്ത സൗകര്യപൂർവ്വം കൊടുക്കാതിരുന്ന ഇന്ത്യയിലെ ഗോദി മീഡിയകളെ. ഈ ഗോദി മീഡിയകൾ രാജ്യത്തെ നശിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് പ്രവർത്തിക്കുന്നതെന്ന് അവർ തന്നെ വ്യക്തമാക്കുന്നു. BJPക്കാർ എന്ത് കൊള്ള നടത്തിയാലും, കൊല നടത്തിയാലും, ബലാത്സംഗം നടത്തിയാലും അവർ അതിന്റെ വാർത്ത പ്രസിദ്ധീകരിക്കില്ല. കൊള്ള നടന്നു എന്നറിഞ്ഞപ്പോൾ വാർത്ത കൊടുക്കുന്നു. അറസ്റ്റ് ചെയ്യപ്പെട്ട പ്രതി BJP നേതാവ് ആണെന്നറിഞ്ഞപ്പോൾ വാർത്ത കൊടുത്തില്ല. എന്നാൽ ഇത് ഒരു പ്രതിപക്ഷ പാർട്ടിയുടെ നേതാവ് ആണെങ്കിൽ എന്തായിരിക്കും പൂരം? ഈ ഗോദി മീഡിയകൾക്കെല്ലാം അവരുടെ സ്വഭാവത്തിന് അനുയോജ്യമായ ഒരു വലിയ നമസ്കാരം എൻ്റെ വക ഇരിക്കട്ടെ.